കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. നീലുവേ, സിദ്ധുവിന്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം ഈ കുടുംബത്തിൽ ഏത് പെങ്കൊച്ചു വന്നാലും സേഫാണെന്ന്. സത്യത്തിൽ എന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ജീവനാണ്. മിക്കവാറും ഈ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആലോചന അവർ കൊണ്ടുവരും. എനിക്കാ അത് അത്രയ്ക്ക് നല്ല പയ്യനല്ലേ? എടി നല്ല പയ്യൻ തന്നെടി, അതുകൊണ്ടല്ലേ പടവലത്ത് തന്നെ അടിച്ചു മാറ്റിയത്. അയ്യോ, അതൊന്നും ഓർപ്പിക്കല്ലേ, അറ്റാക്ക് വരും എനിക്ക്. എന്തുകൊണ്ട് ഇത് സൂപ്പർ ബന്ധമാണ്. ഗുരുവായൂരപ്പൻ്റെ നടയുന്നൊരു ബന്ധം എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമാണ്, ഐശ്വര്യമല്ലേ. അച്ഛാ, ദേ ഈ ഫോട്ടോയാ പെണ്ണുവീട്ടുകാർക്ക് വേണ്ടിട്ട് അയച്ചു കൊടുത്തത്. നോക്കട്ടെ, മുടിയ ചേട്ടൻ ഫോട്ടോ. ആ കാണിച്ചു കൊടുക്കേ. നല്ല ഫോട്ടോ ആട്ടെ, ഇത് മതിയായിരുന്നു. കൊള്ളാം കേട്ടാ. ഈ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഒന്ന് കിട്ടുമോ നോക്കി. അത് സിദ്ധുവിന്റെ അമ്മ അവിടെ നിന്ന് മേടിച്ച് അയച്ചു തരും. പിന്നമ്മ, നമുക്ക് ഈ പണ്ടത്തെ പോലെ ജാതകവും ഗ്രഹനിലയും അതൊന്നും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണ്ട. അവരുടെ വീട്ടുകാർക്ക് നമ്മളെ പറ്റി എല്ലാം അറിയാലോ. പിന്നെ നമ്മുടെ കുടുംബത്തിന്റെ പൂർണ്ണ രൂപം സിദ്ധുവിന്റെ അമ്മ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രല്ല, ആ കൊച്ചിനാണെങ്കിൽ ബിസിനസ്സിനോടാകുമ്പോ താല്പര്യം. അതുകൊണ്ടാണ് MBA ചെയ്യാൻ വേണ്ടിട്ട് UK പോണത്. ഇനിയിപ്പോ കല്യാണമൊക്കെ കഴിയുവാണെങ്കിൽ കെയർ ടേക്കർ വിസയിൽ ചേട്ടനെ പോവാ UK. കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ എനിക്ക് അവരെ കെയർടേക്കറായിട്ട് പോകേണ്ടി വരും. ദൈവമേ, പൈസ കാരണം UK ജീവിക്കാനായിരിക്കും വിധി. നീലേ, ഞാൻ UK പോയി കഴിഞ്ഞാലേ നീ പിള്ളേരെ മാറി പറഞ്ഞുകൊണ്ട് പടവലത്ത് പോകണം കേട്ടോ. ഉറപ്പായും പോവും. എന്തിനാണെന്നറിയാമോ, അവിടെ ചെന്ന് ആ സ്ഥലമൊക്കെ വിറ്റിട്ട് എൻ്റെ മക്കളെ, അച്ഛനെ, അമ്മേനെ എല്ലാവരെയും കൂട്ടി ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് UK വരും. അവിടെ മനസ്സിലാവും തരൂല. ഇല്ല, എൻ്റെ പൊന്ന്, എന്തൊക്കെയാണ് ആലോചിച്ച് കൂട്ടണം ഇങ്ങനെ. എടീ, പറയുമ്പോൾ ഒരു പ്രത്യേക സുഖം. പെൺകുട്ടിയെ കാണാൻ കുറച്ച് ഐശ്വര്യമൊക്കെ വേണം. കാരണം എൻ്റെ മുടിയെ കാണാൻ ഒരു പ്രത്യേക സ്റ്റൈലാണ്. ചേട്ടൻ പൊളി ലുക്കല്ലേ. എടാ, അതെന്നറിയാമോ, ശരിക്കും അവനെ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ പടവലത്തുകാരുടെ ലുക്കാണ്. കുട്ടമ്പളർ അതേ ലക്ഷായാണ്. പക്ഷെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അതേ മാനേഴ്സ് ആണ്. ചിരി, നടപ്പ്, അവൻ്റെ നോട്ടം. അച്ഛാ, മക്കൾ നീ എൻ്റെ പ്രതിരൂപമല്ലേ. അവൻ്റെ സ്റ്റൈലിൽ ആരും വീഴും. പിന്നെ ഈ മുടിയെ പറ്റി കുറ്റം പറഞ്ഞാൽ അസൂയക്കാരൻ പറയണം. ഞാൻ അവിടെ സിദ്ധുവിന്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടന്റെ മുടി. കണ്ടാ, ചേട്ടനി വളർന്നപ്പോഴേ ചേട്ടന് കുറച്ച് പക്വതയൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും അച്ഛനെ പോലെയല്ല, ഭാഗ്യം. എൻ്റെ കൊച്ച എൻ്റെ പക്വതയാണ് അവന് കിട്ടിക്കുന്നത്. ജയ്, സിദ്ധുവിനെ അമ്മ വിളിക്കുന്നു. ഹലോ, ആമേ, ആ അയച്ചിണ്ടാ? ആ ഓക്കെ, ഞാൻ കണ്ടില്ലായിരുന്നു, ഞാൻ ഇപ്പൊ നോക്കാം. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പെണ്ണിന്റെ ഫോട്ടോ അയച്ചിട്ടുണ്ടെന്ന്. നോക്കട്ടെ, എന്തുവാടാ കൊള്ളാം, പൊളി, നല്ലതാ, സുന്ദരി കുട്ടി. സുന്ദരി തന്നെ. പിന്നെന്ത് തന്നെ, ഒരു കുഴപ്പമില്ല അച്ഛാ, നല്ല കൊച്ചാണ്. അല്ല, നമ്മളെ മുടിയൻ്റെ ഭംഗിക്ക് മുമ്പിലേ ഈ കൊച്ചത്ര പോരാ. അച്ഛാ, അത് അങ്ങനത്തെ ഒരു ടോക്കൊക്കെ. അല്ല, ഈ കൊച്ചിനെ നമ്മുടെ ലച്ചുവിൻ്റെ ചായ ഉണ്ടോ എന്ന് സംശയം. അച്ഛാ നോക്കട്ടെ. ഇല്ല അച്ഛാ, കാണാൻ കൊള്ളാം, ചേച്ചി പോലെ അല്ല. അയ്യോ അയ്യോ, കാണിക്കോ, അത്രയും കണ്ടാ മതി. നീലുവേ, ചില സമയം ഉണ്ടല്ല നിന്നെ കെട്ടിപ്പിടിച്ച് ചുമന്തരാന്നു. ഇതു നീ പറയണത് പിള്ളേരേക്കില്ലേ? അത് ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ലല്ലേ. എടി, ഞാൻ ഇപ്പൊ ഒരു ചായ കിട്ടിയാൽ കൊള്ളാന്ന് വിചാരിച്ച് ആ കറക്റ്റ് സമയത്ത് നീ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പോയതാണ്. കുഴപ്പമൊന്നും ഉമ്മ വയ്ക്കാൻ വലിയ പാടാണ്. ഓ, അതിപ്പോ നിങ്ങള് പ്രതീക്ഷിക്കാതെ എപ്പോ ഞാൻ കട്ടൻ ചായ കൊണ്ടാണ് നിങ്ങൾ ഈ ഡയലോഗ് ഇറക്കുമല്ലോ. അത് ഞാൻ ഇപ്പൊ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ പറഞ്ഞത്. എനിക്ക് ചുമ തന്നിട്ടില്ലേ? അത് നീ എനിക്ക് തന്നിട്ടില്ലേ? നീ ചോദിച്ചു വെച്ചിട്ടില്ലേ? വേഷം കെട്ടണ ചില സമയത്ത് ഒരുമാതിരി വൃത്തിയുടെ സ്വഭാവമാണ്. എന്താണ് വൃത്തിയുടെ സ്വഭാവം? നീലേ, ഞാനേ നേരത്തെ മുടിയന്റെ കാര്യം ആലോചിച്ചിരിക്കുകയായിരുന്നു. എന്ത്? ഇനി ലച്ചുവിന്റെ കല്യാണത്തിന് നമ്മൾ പല ബന്ധുക്കളെ വിട്ടുപോയി, പരാതിയെ കേട്ടില്ലേ? മുടിയന്റെ കല്യാണത്തിന് അങ്ങനെ ആവരുത്. എല്ലാവരും ഒന്നടങ്കം വിളിക്കണം, അടിച്ച് പൊളിക്കണം, ആഘോഷമായിരിക്കണം. അതിനൊന്നും ആയില്ലല്ലോ, അതിന് മുമ്പേ കല്യാണം വിളി തുടങ്ങിയ ആവുമല്ലോ. പിന്നൊരു കാര്യം, ചെറുക്കൻ തങ്കപ്പെട്ട സ്വഭാവമുള്ളവനാണ്, ഡീസന്റ് ചെറുക്കനാണ്. പെണ്ണ് കിട്ടാൻ കൊത്തിക്കൊണ്ട് പറഞ്ഞു. കൊത്തിക്കൊണ്ട് പറക്കാൻ മുടിയുന്നുണ്ടെന്നിട്ട് അപ്പ കഷ്ടം. എടാ, ക്യാഷ് നീ എന്തറിഞ്ഞിട്ടേ പറഞ്ഞത്? എടാ, സൂപ്പർ ചെറുക്കല്ലേടാ. ഈ കാലഘട്ടത്തിൽ അവനെ പോലെ ചെറുക്കനെ മഷിട്ട് നോക്കിയാൽ കിട്ടൂടാ. പിന്നെ ഈ നാട്ടിൽ എത്രയോ നല്ല ആമ്പിളരുണ്ട്. ഈ നാട്ടിൽ ഒരുപാട് ആമ്പിളരുണ്ട്. അതൊന്നും എൻ്റെ മക്കളല്ലല്ല. പക്ഷെ എൻ്റെ ചെലക്കൻ സ്റ്റൈലിലും അറിവിലും സംസാരത്തിലും അല്ലേ, സൂപ്പർ അല്ലേ, ഏകദേശം എന്നെ പോലെ അല്ലേ? അത് കറക്റ്റാണ്. ചേട്ടൻ ഈ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ വമ്പ സെറ്റപ്പ് ആവും കേട്ടാ. സത്യം പറയല്ല, ഇവിടെ മുടിയും ചേട്ടനെ പോലുള്ള ചെക്കനെ കിട്ടാൻ ഏതൊരു കൊച്ചു നല്ല ഭാഗ്യം ചെയ്തിരിക്കും. അതാണ്. അങ്ങനെ നീ പറഞ്ഞു വാ. സിദ്ധുവിന്റെ അമ്മ വിളിച്ചായിരുന്നു. എന്ത് പറഞ്ഞേ? മനസ്സിലായി. ഉടനെ പെണ്ണുകാരുടെ ചടങ്ങിന് പോകണമായിരിക്കും.
ഫോട്ടോ കണ്ടോ എല്ലാവരും കവന്നങ്ങ് വീഴുന്നു. മിണ്ടായി രാജാ. അവൾക്ക് ചേട്ടന്റെ ഫോട്ടോയും ഇഷ്ടപ്പെട്ടില്ല, ചേട്ടനെ ഇഷ്ടപ്പെട്ടില്ല. അയ്യോ അതെന്തെന്ന്? ആ ചേട്ടൻ മുടിയൊക്കെ വളർത്തി നടക്കണോണ്ട് അവര് പറയാണ് ചേട്ടൻ എന്തോ പ്രശ്നമൊക്കെ ഉണ്ടെന്ന്. പെണ്ണിനാ? പെണ്ണിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അല്ലേ ചേച്ചി, അത് എവിടുത്തെ നിയമോ? ഈ മുടി വളർത്തവർക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് ഇവര് പറഞ്ഞോണ്ട് എന്തൊരു കഷ്ടം അത്. നാട്ടുകാരുടെ വിചാരം ഇതൊരു മാറിയിട്ടില്ലേ? ആ പെങ്കൊച്ചിന്റെ അമ്മ സൈക്കോളജിസ്റ്റ് ആണല്ലോ. അപ്പൊ ചേട്ടന്റെ ഫോട്ടോ കണ്ടപ്പോ തന്നെ ഈ ചെക്കൻ കുഴപ്പക്കാരനാണ്, ഈ ചെക്കൻ ശരിയാവൂല, അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. അത് കൊള്ളാം. സൈക്കോളജിസ്റ്റ് അവരിത് ഫോട്ടോ എടുത്തിട്ടാണ് രോഗം ചികിത്സിക്കുന്നത്. അല്ല ആര് പറഞ്ഞേ? ആ സിദ്ധുന്റെ അമ്മ മടിച്ചാ പറഞ്ഞത്. അല്ല പെങ്കൊച്ചും പറഞ്ഞ പിന്നെ ഇല്ലാണ്ട്. ഓ അവർക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്നേ. നമ്മൾ അങ്ങോട്ട് ഒന്നും ചോദിച്ചൊന്നുമല്ലല്ലോ, ഇങ്ങോട്ട് വന്നതല്ലേ. സുത്തടിയായിരുന്നു നിന്റെ മോനെ ആർക്ക് കാണാടി അവനെ തലയെ കെട്ടി വെച്ച് കിടന്നോ കാട്ടി കൂടാ. എനിക്കാണെങ്കിൽ തീരെ പിടിക്കില്ല. അതുമല്ല ഇപ്പൊ ഇങ്ങനെയാ, ഇത്ര നേരം ഇങ്ങനെയല്ലല്ലോ പറഞ്ഞേ. പിന്നെ എങ്ങനെ വരണം? നല്ലൊരു കാര്യം വരെ കല്യാണം വരെ കൂടെ നിൽക്കാതെ വിചാരിച്ചപ്പോ അവൻ്റെ അവൻ്റെ മോൻ കണ്ടു വെച്ചാലും മതി. പടവലങ്കാര മുഖവും ഒരു വൃത്തിയിട്ട മുടിയും. ഞാൻ ഒരു കാര്യം പറയാം, നിന്റെ മോനും നീയും വെട്ടിക്കളഞ്ഞോണ മുടി. ഞാനും മുടി കെട്ടണോ? മുടി കിട്ടും. ഞാൻ പൈസ രണ്ടും കൂടെ പളനിക്ക് പോ, രണ്ടും മുട്ട അടിച്ച് തിരിച്ചു വന്നാൽ മതി. വാ വയ്ക്കാ വൃത്തിയാട്ടോ. എനിക്കത് കണ്ണൂരെ കണ്ടുകൂടാ മുടിയെ. അച്ഛാ എന്താ ഒന്ന് എണീച്ചേക്കോ? എന്തിന് അച്ഛൻ എണീറ്റിട്ട് ഞാൻ കാലൊന്ന് തൊട്ട് തൊഴുതോട്ട്. കാലി തൊട്ട് തൊഴുതിട്ട് ഇതുപോലൊരു അച്ഛനെ, ഇതുപോലെ കാലുമാറുന്ന അച്ഛനെ ലോകത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അടിച്ച് പല്ല് തറയില്ല.